Hi everyone, welcome to the Lady and YouTube channel. ഹാപ്പി ശിവരാത്രി. ഇന്ന് ശിവരാത്രിയാണ്. ഞാൻ അപ്പൂൻ്റെ വീട്ടിലാണുള്ളത്. നിങ്ങൾ ഇന്നലത്തെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ബാക്കിയാണിത്. ഇപ്പം രാവിലെ ഞാനും അമ്മയും അച്ഛനും അപ്പൂൻ്റെ അമ്മയും അച്ഛനും അപ്പും കൂടി നമ്മൾ അമ്പലത്തിൽ പോവാണ്. ഇന്ന് ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുതിയ അമ്പലത്തിൽ പോവാന്ന്. അപ്പം ഞാൻ റെഡിയായി, അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാൻ വന്നത്, ഞാനും അപ്പം ഒരു 11 വർഷമായിട്ട് ഉള്ള പരിചയമാണ്. ഞാനും അപ്പം എന്താ പറയാ, ഒരു പ്രാവശ്യം എങ്ങാണ്ട് അമ്പലത്തിൽ ഒരുമിച്ച് പോയിട്ടുണ്ട്. അതും ഇവിടെ വീട്ടിൻ്റെ അടുത്ത് ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ അയ്യപ്പൻ വിളക്കിന് പോയത്. അതും വൈകുന്നേരം ജസ്റ്റ് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു ഇതിൽ അങ്ങ് പോയത്. അല്ലാതെ ഞങ്ങൾ രണ്ടാളും ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല. എപ്പോഴും പോണം എന്ന് പറയുന്നല്ലാതെ ഇതുവരെ അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്ര മോർണിംഗ് പേഴ്സൺ അല്ലാത്തത് കൊണ്ടും രാവിലെ അവളെ എണീപ്പിച്ച് പോകാനുള്ള, നമ്മൾ സംസാരിച്ച് എപ്പോഴും കിടക്കുമ്പോൾ തന്നെ എന്താ പറയാ, രാവിലെ കണ്ടിട്ടാണ് ഞങ്ങൾ എപ്പോഴും കിടന്നുറങ്ങാറ്. പിന്നെ എങ്ങനെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവാനാ, അങ്ങനെ. അപ്പൊ ആ ഒരു ദിവസമാണ് ഇന്ന്. ഞങ്ങൾ രണ്ടാളും അമ്പലത്തിൽ പോകുന്ന ദിവസം, 11 വർഷത്തിന്റെ ഇടയ്ക്ക്. പോലെ ഒറ്റ മിനിറ്റ്, ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാം. ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചുമ്മാ ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് ചുമ്മാ ഞാൻ സേഫ്റ്റിക്ക് ഒരു ബ്ലാക്ക് ബ്ലൗസ് വെറുതെ എടുത്തു വെച്ചു. പിന്നെ സാരി വേണമെങ്കിൽ അപ്പൂൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഉണ്ടാവും. അണ്ടർസ്കേർട്ടും എനിക്ക് ഇവരുടെ അടുത്ത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ചുമ്മാ എടുത്തു വെച്ചായിരുന്നു, പക്ഷെ അത് ഉപകാരത്തിൽ കൊണ്ടു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതൊക്കെ വരാം. ഈ സമയം നിങ്ങൾ പോയിട്ട് ഇന്നലത്തെ കുറച്ച് വ്ളോഗിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്, അത് പോയി കാണാം. ഏട്ടൻ വന്നതും സുരഭിച്ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ പോയിട്ട് അത് കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി അമ്പലത്തിന്റെ വിശേഷം കാണിക്കാം. നാളെ രാവിലെ നിങ്ങൾ എത്ര മണിക്ക് അമ്പലത്തിൽ പോവാ? രാവിലെ ഒരു 10 മണിക്ക്. ഞാൻ 4 മണിക്ക് പോയതാണല്ലോ. പറയില്ല, 7:30 ഇറങ്ങാം അല്ലേ? എത്രയായാലും കുഴപ്പമില്ല. അമ്പലത്തിലാണെങ്കിൽ അത് അവര് ഇവിടെ പോകുന്നല്ലേ? നമ്മള് പുറത്ത് പോവാൻ നേരം കൊണ്ടു ഇന്ന് ഗേറ്റിന്റെ അടുത്ത് വരുമെന്ന് ഊബർ അവിടെ മുന്നിൽ വന്നിട്ട് ഞാൻ ഈ എന്തൊക്കെയോ കളി കളിച്ചിരുന്ന സമയം നമ്മളെല്ലാരും അല്ലേ നീ, ഞാൻ എന്താ ചെയ്യാ? അത് വാങ്ങിക്കണോ, കൊടുക്കണോ, കൂട്ടണോ, ഇനിയിപ്പോ എന്താ കൊണ്ടത്തരുന്നതെന്ന് അറിയില്ലല്ലോ. ഞാൻ ഒരു സാധനം കൊണ്ടത്തരാ, ഞാൻ വലിയ സാധനമാണോ ചെറിയ സാധനമാണോ? എന്താ ഷോട്ട് ഞാനിപ്പോ പോയിട്ട് വരാതെ. അതെ, നല്ലതാണ്. എന്താ അവിടെ നടക്കുന്നതെന്നൊക്കെ. ആരത്? ചില്ലിങ് ആണോ? പ്രത്യേകിച്ച് പണി നടക്കണ്ടല്ലേ, ഒന്നും ചെയ്യണ്ട, ഈസി. തലക്ക് പിന്നെ തലച്ചോറൊക്കെ പുറത്ത് വരും. ആരോടാ? ഞാൻ വരില്ല, ഞാൻ റൂമില്ല. വാലന്റൈൻസ് ഡേ അല്ലേ? റൂം ഫുൾ. വാലന്റൈൻസ് ഡേ കോനല്ലേ? നാണ ഞാൻ പറയുന്നത് വിടില്ലേ, കഷ്ടല്ല മാറിക്കോണ്ട്.
ചതിയനായ ഫ്രണ്ടാ. നിങ്ങൾ എന്താ സെയിം ഡ്രസ് മാച്ച് ആൻഡ് മാച്ച്? ഇവൻ ബണ്ണി, ബണ്ണി, ഞാൻ അവിനാശ്, അബി. ഇതാ ഏ ജവാനി ഹെ ദീവാനി. ഞങ്ങള് ദാരു ഷോപ്പൊക്കെ തുടങ്ങാറ് പ്ലാൻ ചെയ്തപ്പോ ഷിക്കാഗോ പോയില്ലേ ചെറ്റ. വലുതാക്കിട്ട് ഓനോട് പറയും ജർമ്മനി പോന്നൊക്കെ പറഞ്ഞപ്പോ സെറ്റ് ആക്കുന്നുണ്ട്. ഞാനുണ്ട് ഒറ്റയ്ക്കായി. ഏട്ടൻ കഴിഞ്ഞ സോടി പറഞ്ഞോളൂ മറ്റേ നിങ്ങൾ ഫ്ലാറ്റ് എടുത്ത് നിങ്ങളെ ജീവിതം അങ്ങനെയൊക്കെ എന്നെ ചതിക്കരുത്. അപ്പോഴും ഞാൻ പറഞ്ഞു ചതിയനെ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഏട്ടാ ഇവ ഉണ്ടാവില്ല ഞാൻ ഉണ്ടാവേണ്ട പ്ലീസ് ഈ റോയൽ ബ്ലഡ് 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 റോയൽ ബ്ലഡ്. അത് ഭയങ്കര സന്തോഷം എന്റെ മുഖത്ത് കാണാൻ പറ്റില്ല. ഞാൻ പിന്നെ കാണാം. ഓ ഗോഡ് എന്റെ റിയൽ സാറുണ്ട്. ഞങ്ങൾ നല്ല ഡീസന്റ് ആൾക്കാർ. നല്ല ഫ്രെയിം അയച്ചി. നല്ല ഫ്രെയിമാന്ന് എനിക്കറിയാം. ഇല്ല ഞാൻ വിചാരിച്ചു ഇപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങളെ കുശു കുശു ആണെങ്കിൽ അത് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. എന്നെ നിന്റെ ചാനലിലേക്ക് ഇടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് റൈറ്റ്സ് ഉണ്ട്. ആടോ ഞാൻ ChatGPT എന്തോ ആണ്. പിന്നെ ആരാ? ഇങ്ങനെ ഉണ്ടാവും നിന്റെ ഈ തണ്ട സ്വഭാവം കൊണ്ട്. എന്റെ അടുത്തുന്നോ ഇവൻ? എന്റെ അടുത്തുന്നോ? ചേട്ടാ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. എന്റെ അടുത്ത് എന്ത് സ്വഭാവം? അതല്ല പെട്രോൾ അടിക്കാൻ പെട്രോൾ ഏച്ചിന്റെ കൊറേ സ്വഭാവിക്കുണ്ട്. അതല്ല ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചൊറിഞ്ഞ സ്വഭാവങ്ങൾ നിങ്ങൾ രണ്ടാക്കുണ്ട്. നിങ്ങൾക്ക് രണ്ടാക്കും ചൊറിഞ്ഞ സ്വഭാവം ഉണ്ട്. ചൊറിഞ്ഞ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബോധവും വിവരവും ഇല്ലാത്ത കുട്ടികൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് തോന്നാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ പെട്രോൾ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെ ധൈര്യത്തിൽ വേണമെങ്കിൽ പോവാം. ഈ 10 ലിറ്റർ ഡീസലും വെച്ചിട്ട് കുന്നും മലയും കയറാൻ 34 കിലോമീറ്റർ എന്ന് പറഞ്ഞ് കാണിച്ച് ഇൻ കേസ് ഒരു കയറ്റമുണ്ട് അല്ലെങ്കിൽ ഒന്ന് വണ്ടി ബാക്കോട് പോവാ, ഈ സമയത്ത് എന്ത് ചെയ്യും? ഡീസലാണ് നിന്ന് പോകില്ലേ? ഇതിപ്പോ എന്താ പ്രശ്നം? ഈ സെയിം സ്വഭാവം തന്നെ എനിക്ക് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ തന്നെയല്ലേ പറയല്. നന്നായിട്ട് അതിന് മുൻപ് ഞാനും അങ്ങനെ തന്നെ, എനിക്കും അങ്ങനെ തന്നെ ഇഷ്ടം. എനിക്ക് വെറുതെ ടെൻഷൻ അടിക്കാൻ ഇഷ്ടമല്ല. അതിനല്ലേ ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ആരെ പറ്റി ചേച്ചി പറഞ്ഞ? ഇപ്പൊ ഇവൻ പറഞ്ഞത് അത് എന്റെ മോശം സ്വഭാവമാണെന്നും ആ സ്വഭാവമാണ് ഇവന് കിട്ടിയത്. അങ്ങനെയല്ല, അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ആ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ വെറുപ്പിച്ചോണ്ടിരിക്കും. അല്ല അല്ല ഞാൻ എന്നിട്ട് ഗായത്രിനോട് പറഞ്ഞു ഭാരത് പെട്രോൾ കാണുമ്പോൾ നിർത്തണം എന്ന് പറഞ്ഞു. എനിക്കറിയാം അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ആ വഴിയിലോട്ട് പോന്നല്ലേ. അപ്പൊ ഇവൾ എന്ത് ചെയ്ത് ഞാൻ അപ്പൊ ചേച്ചി നിർത്ത ഇങ്ങനെ ആൻസൈറ്റി കൂട്ടണ്ടാണ്. ഞാൻ ഓക്കെ ആൻസൈറ്റി കൂട്ടുന്നില്ല. ഞാൻ പിന്നെ ആ സൈഡ് അങ്ങ് കട്ട് ചെയ്ത് എനിക്ക് സ്വഭാവം എന്നോള് നിർത്തുമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ഓക്ക് വിട്ടുകൊടുത്തപ്പോ കുറച്ചേര് പറയും ചോദിച്ചു മറന്നുപോയി. ആ ഭാരത് പെട്രോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അടിക്കാൻ പറ്റൂല. ഒന്നുകിൽ നയാര അല്ലേ ജിയോ അല്ലേ ഭാരത് ഇതേ പറ്റുള്ളൂ. HP പറ്റൂല. അങ്ങനെ അവിടെ ചെന്നപ്പോ അതില്ല. അല്ല അതും കഴിഞ്ഞ് ഇവള് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഫുഡ് കഴിക്കാൻ വേണ്ടിയതാക്കിയപ്പോ അവള് പറഞ്ഞു ഇവിടുന്ന് ഒന്നും കഴിക്കണ്ട, ചുരം കേറി എത്തുന്ന സ്ഥലത്ത് തന്നെ വൈറ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങൾ പോകുന്ന ഞങ്ങൾ അവിടെ ചുരം കേറി ഉടനെ വൈറ്റ് ഹൗസ് കണ്ടിട്ടില്ല. അവിടെ വാൾനട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഹോട്ടലാ കണ്ടിട്ടില്ല. ഉണ്ട്, ഞാനും എന്റെ അച്ഛനും പോയതാണ്. അങ്ങനെ അങ്ങനെ ശരി എന്നില്ല എന്നാ അവളോട് പറഞ്ഞില്ല ബെറ്റ് അടിക്കാന്ന്. അപ്പൊ ഞാൻ ഇനി അഥവാ എനിക്ക് തെറ്റ് പറ്റിയാലോ എന്നുള്ള എന്റെ ഞാൻ പറഞ്ഞ അടി വെച്ച്. അപ്പൊ അവള് പറഞ്ഞു 2000 റുപ്യക്ക്. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ച് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിന്നെ ഒരു ബെഡ്. അങ്ങനെ ഒരു 2000 റുപ്യക്ക് ബെറ്റ് അടിച്ചു. അങ്ങനെ അല്പത്തി എത്തുന്ന വരെ പിന്നെ എനിക്ക് അനുസരിച്ച് ഞാനും സച്ചു ഇങ്ങനെ ഇനി ഉണ്ടോ അത്രയും കോൺഫിഡൻസ്. ജിതിൻ പറഞ്ഞു ചേച്ചി എമ്പളെ 2000 പോയി. ഞാൻ വേണമെങ്കിൽ അറിയില്ല വൈറ്റ് ഹൗസ് ഉണ്ട് വൈറ്റ് ഹൗസ് ഇല്ല വാൽനട്ടാ. ഞങ്ങളെ 2000 തിരിച്ചു കിട്ടി. പിന്നെ ഇവൾ ഇറങ്ങുന്ന ഇവക്ക് ആൻസൈറ്റി കൂടി. അങ്ങനെയല്ല
ചുരം ഇറങ്ങി ലെഫ്റ്റ് സൈഡ് അതല്ലേ വൈറ്റ് ഹൗസ്. ആ അങ്ങനെ ചോരം ഇറങ്ങി വൈറ്റ് ഹൗസിൽ വണ്ടി, ഞങ്ങൾ ഫുഡ് കഴിച്ചതാട്ടോ, വൈറ്റ് ഹൗസിൽ വണ്ടി കയറ്റിയിട്ട് അതിന്റെ ബോർഡിന്റെ താഴെ നിർത്തി അവളെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങൾ വൈറ്റ് ഹൗസ് അടിവാരത്താണ്. ഫോണൊക്കെ മാറ്റിയല്ല ശരിക്കും നിർത്തി ഇതിന് പറയിപ്പിച്ചോളക്കുണ്ട് വൈറ്റ് ഹൗസ് അടിവാരത്താണ്. ഇതാ ഫോണല്ലേ? ഫോണതല്ലേ? ഫോണതല്ലേ? പക്ഷെ പണിയില്ലേ പാവടാ പാവം. ഏതാ അയ്യോ ഞാൻ അടിവാരത്തുണ്ട് മുകളിലൊന്നുണ്ട് എന്താ പേര്? വൈറ്റ് ഹൗസ് അതേത് നല്ല പാർട്ടി. നോക്ക് ഇതിപ്പോ കള്ളം പൊളിയും, 2000 രൂപ നഷ്ടപ്പെടും. അത് അടിവാരത്താണെന്ന് വെച്ചാ അല്ല അടിവാരത്തല്ല, അപ്പൊ ഉണ്ടോ? നമ്മൾ മുകളിലുണ്ട് വെജ് വേറെയാ, താഴെയുള്ള വേറെയാ. താഴെയുള്ളത് നമ്മൾ അറിഞ്ഞു വരുമ്പോ ആ പള്ളിന്റെ സൈഡിൽ കൂടെ ഉള്ളോട്ടുള്ള സ്ഥലമല്ലേ. അല്ല നിങ്ങൾ പറഞ്ഞ ഈ അടി ഇതാണ് നല്ല പാർക്കിംഗ് ഉള്ളതല്ലേ നിങ്ങൾ പറയുന്നത്? അടിവാരത്തല്ലാത്തുണ്ട്. ഇതാ ഈ പാർക്കിംഗ് ഉള്ളതല്ലേ റോഡ് സൈഡിൽ തന്നെ അല്ലേ? അല്ലേ? ആ എനിക്ക് 2000. അത് കണ്ടാ ഞാൻ എടുത്തുതരാം. ഇത് നിങ്ങളെ ഗായത്രിയുടെ ഗ്രൂപ്പിലേക്ക് അപ്പൊ കമ്പനി അടിവാരത്തിന് മുന്നേ അത് വൈറ്റ് ഹൗസ് അല്ല മേലുള്ള. മേലുള്ള വൈറ്റ് ഹൗസ് വാൾനട്ട് എന്തോ ഒരു സാധനം. അതാ നോക്ക്, അവിടെ നോക്ക്, തിരിഞ്ഞിങ്ങോട്ട് നോക്ക്. ഇവിടെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഈ വീട് പച്ചതാക്കി കൊടുത്തേ ഉള്ളൂ. എന്താക്കി കൊടുത്ത് എന്തോ കച്ചവടമാക്കി കൊടുത്തത്. ആരുടെ അത് കൊടുക്കൂല. അല്ല അച്ഛ പാർക്കാക്കി പറഞ്ഞത് ഇത് ഈ പാർട്ടി മേടിച്ചു കൊടുത്ത മേടിച്ചു. ആ അത് കുറെ മുന്നേ ഒരു 5-8 വർഷമായിരുന്നു. നല്ല പ്രായം തോന്നിക്കുന്നു. അങ്ങനെ ലൊക്കേഷനൊക്കെ അങ്ങനെ ഇവിടെ നല്ല അതെന്താ ഡയലോഗിന് നിർത്തുന്നില്ല. പിന്നെ വാട്ട് എന്റെ ചേച്ചി എന്റെ മുദ്രയില്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ, ഒന്ന് ചെയ്യാം പ്ലീസ്. വീട് വരുമ്പോ ഞാൻ അജു കുഞ്ഞിലെ കഷണ്ടി മാറണായിരിക്കും. ഇത് അമ്മേശ്വരി ടിവിയിൽ കാണുന്ന കേട്ടോ വ്ളോഗ്. നിങ്ങൾ തോന്നിയ ദിവസം ഇവിടെ ഇവര് ടിവിയിൽ കാണുന്നുണ്ട് പറഞ്ഞു. അപ്പൂന്റെ മാളുവിന്റെ അമ്മ കാണുന്നുണ്ട്. മതി മാഞ്ഞിലായാലും പെട്ടത് അജു. വീഡിയോ എടുക്കുന്നുണ്ടോ? അതിനെ ഉപദ്രവിക്കാൻ വന്നിരുന്നവൻ. സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ട്. പറയട്ടെ, ആരെ ഉപദ്രവിക്കല്? നീ ആരും ഉപദ്രവിക്കല്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ചുറ്റും പറയട്ടെ പേരേ ഉള്ളൂ. അജു 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 അല്ലെങ്കിൽ നീ പറയും. എവിടെയൊക്കെ അവിടെ ഉണ്ടോ? നിന്റെ നഗ്നത എന്തിനാ ഈ പ്രദർശിപ്പിക്കുന്ന വീഡിയോ? ഇന്ന് ലൈവില് ഞങ്ങൾ ലൈവില് വന്നില്ലേ, ഞങ്ങൾ ലൈവില് വന്നപ്പോ അമൽ ബ്രോന്റെ ബോഡി ഹോട്ട് എന്നൊക്കെ നമ്മൾ അമൽ ബ്രോന്റെ ബോഡി ഹോട്ടാണെങ്കിൽ അമൽ ബ്രോന്റെ അടുത്ത് പോയി പറയണം, എന്റെ ബോഡി ഹോട്ടാണെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയണം. അവർക്ക് ദേഷ്യം വന്ന് അപ്പൊ ചിലപ്പോ ചീത്ത പറയണ്ടേ, ഇന്ന് ചീത്ത പറഞ്ഞോളൂ അവള് രാവിലെ. അപ്പന്റെ ചീത്ത പറഞ്ഞ വ്ളോഗ് എടുത്തിട്ട് ഞാൻ ഇപ്പം ചെയ്തു. അല്ലെങ്കിൽ ഓന്റെ കയ്യിലല്ലേ എപ്പോഴും ഫോൺ, എല്ലാരും മൊത്തം കൊണ്ടിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. എന്റെ അടുത്തില്ലേ, എന്റെ ഫോണിലൊക്കെ ഉണ്ടോ കുറെ ഉണ്ട്. ഓന്റെ ന്യൂ ഇയർ അങ്ങനത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ എല്ലാരും വീഡിയോസ് എങ്ങനെയൊക്കെ എടുക്കുക, ഇങ്ങനെ പോയിട്ട് എന്തൊക്കെയല്ലോ ഓന്റെ ആംഗിള്. കൊണ്ടുപോകലുണ്ടോ എങ്ങോട്ട്? ഫോണിലേക്ക്? എന്റെ ഫോണിൽ അടിച്ചു മാറ്റലുണ്ടോ? അടുക്കള പിന്നെ അതിന് പ്രസക്തിയില്ല. പറഞ്ഞത് എല്ലാം വേണമെന്നാണ്, പക്ഷെ പറയാൻ എന്തെങ്കിലും വേണം.
ആ ചൊണ്ണൊന്ന് പോ സ്വയം ക്ലിയറില്ല ഒരു താല്പര്യമില്ല. ആ യെസ് ദാറ്റ് ഇസ് ദിസ് നോട്ട് ട്രൂ ഫേസ്. നേരത്തെ എല്ലാവരും പോകാം. ആരും വിശ്വസിക്കും, ആരും വിശ്വസിക്കൂല. ഇവന് മറ്റേ കാര്യങ്ങൾ തിരിക്കാനുള്ള കഴിവുണ്ട്. അതിൽ തിരിയാനുള്ള കഴിവ് നിനക്കുമുണ്ട്. യെസ് നോ പയ്യെ എന്താണ് മണ്ണു എന്റെ ഡാർലിംഗ് മനയിലൊക്കെ പോയി രാത്രി ഉറക്കം തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. കൂർക്ക് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഞെട്ടി പോകും. ഞാൻ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കും, സൈഡിൽ കൂർക്ക് വലി. അമേരിക്കൻ പുള്ളി അല്ലേ? അമേരിക്കൻ പുള്ളി ചുണ്ടിയുടെ മോനാണ്. ഓമന കുട്ടി ചുണ്ടിയുടെ മോനാണ്. കണ്ടോ കണ്ടോ ചുറ്റുമണിയാണ്. ചുറ്റുമണിയാണോ? ചുറ്റുമണിയാണോ? ചുറ്റുമണിയാണ്. എന്തൊരു മോനാണ്. എന്തൊരു മോനാണോ? സുന്ദരനാണ്. കണ്ടോ മതിയോ? അതൊക്കെ മൂന്നൊക്കെ കൊടുത്ത് ഞാൻ നാളെ നടക്കുന്ന വിചാരിച്ചത്. അല്ല കൊറേ നേരം പറയുന്നു കേട്ടോ. ആരോനോ മോനെ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടം. അമ്മ കഴിക്കും തോന്നുന്നില്ല. പായസം എടുത്തിട്ടൊന്നും ആയില്ല. ആശയത്തിന് അരി കിട്ടും, ആ അരി വെച്ച് പായസം എടുക്കാം. അവിടുന്ന് കൊണ്ടുവന്ന പായസമല്ല. അങ്ങനെ അയ്യോ ഞാനിത് കണ്ടില്ലല്ലോ. അലിയിപ്പ അത് തീർന്നേ. അന്ന് എന്തായിട്ട് അങ്ങനെ പറഞ്ഞു? എന്തേ അങ്ങനെ പറഞ്ഞത്? ഓ എടുത്തെടുത്ത് സച്ചോ ഇഡ്ഡലി എടുക്കും. ഞാൻ എന്നും ആഡ് ചെയ്യും. എന്താ ചേച്ചി? ഇവരെ കൂടെ കഴിച്ചേ അൽഫാം. ഓക്കെ പിന്നെ മന്തി കഴിക്കണ്ടായിരുന്നു. അത് പടക്കം പൊട്ടാണോ? സോറി. ഇത് അല്ല അങ്ങനെ തീർത്താളാ ബാക്കിയാക്കണ്ട. ഞാൻ ഒന്നുകൂടെ എടുക്കും കേട്ടോ. ഞാനും കല്യാണത്തിന്റെ പെരുന്നാളായിട്ട് നമുക്കൊരു മലേഷ്യ പോലും എന്തോ എനിക്ക് എന്റെ കൂടെ വരുന്നതിൽ ഡിസ്കംഫർട്ടബിൾ. ഏട്ടാ I love to see your face that like it. like it. I like it. ഞാൻ ഓൾറെഡി പോവാൻ പറ്റില്ലടാ, ഞാൻ പറഞ്ഞില്ലേ മറ്റവന്റെ എന്താ പറയാ മോളെ കല്യാണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും എന്റെ ചാനൽ പ്ലീസ്. ആലമ്പായിനോട് പറയാം. ആലമ്പായിക്ക് യൂട്യൂബ് ഒക്കെ ഉണ്ട്. ഒന്ന് പറഞ്ഞേ, എല്ലാവരും കൊണ്ട് ശരിക്കും. ഹോട്ടലത്തെ എല്ലാവരും കൊണ്ടു മീറ്റിംഗ് ഒക്കെ വെക്കും. ഇതില് പിന്നെ വ്ളോഗ് ഉണ്ടാക്കി കാണാം. ഞാൻ എന്താക്കാൻ അറിയാം. എന്താ മോനെ ഭയങ്കര ടേസ്റ്റ് അല്ല. ആ വിശന്നിട്ടോ? ടേസ്റ്റിനാണല്ലോ എല്ലാത്തിനും ടേസ്റ്റ്. സാമ്പാറുണ്ടോ? അയ്യോ മുരിങ്ങക്കായന്റെ ഉള്ളിൽ പോയി തന്നു. അതും കൂടി വ്ളോഗിലല്ലേ അന്നാക്കെന്ന് വന്നാ കൊണ്ടോണ്ടിരുന്നു. എന്നെ പണ്ട് പൈസ വിഴുങ്ങിയിട്ട് ഹോസ്പിറ്റലൊക്കെ രാത്രി കൊണ്ടുപോയിണ്ടെന്ന്. കുരുത്തക്കേട് അന്നേക്ക് തല കറക്റ്റ് രാത്രി ഇങ്ങനെ ചെയ്യാൻ പറ്റി. അത് ഞാൻ ചിന്തിച്ചിട്ടും കൂടില്ല. എങ്ങനെ ആരും കാണുന്നില്ലല്ലോ രാത്രി. ഏത് പൊട്ടനും കണ്ടാലും മനസ്സിലാവാതെ ഏ വീഡിയോ ആണ്. അത് അച്ഛനും അമ്മ ഇരുന്നു. മനസ്സിലായിരുന്നു. വീട്ടില് വേണമായിരുന്നു കാര്യം. അല്ല എനിക്ക് വേണമെന്നില്ല. ഞാൻ ബാക്കിയാക്കാതെ ലാസ്റ്റത്തെ കഷ്ടം. എനിക്കിത് അഞ്ച് ഉണ്ടല്ലോ. കുറച്ച് ചട്ടിന് ചട്നിയാ സാമ്പാറിൽ
ചമ്മന്തി ഇത് പൊളിക്കാൻ ഭയങ്കര മൂടായി. ഞാൻ എല്ലാം സാമ്പാറും ഇഡ്ഡലിയും ഈ ചമ്മന്തിയും വെളിച്ചെണ്ണയും കൊഴ ഫ്ലേവർ പൊളി. വെളിച്ചെണ്ണ ഒഴിക്കണേട്ടാ സെറ്റായി കറക്റ്റ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതില് വെക്ക്. അതില് പോന്നു, ഇഡ്ഡലിയിലേക്ക് പോന്നു. എന്നാ പേര് വേണോ വേണ്ടിക്ക, അല്ലെങ്കിൽ വേറെ ഇതാ. അപ്പൊ എനിക്ക് ഒന്നുകൂടെ തരുമോ? ഇഷ്ടല്ല? എന്താ ഇഷ്ടല്ല? എനിക്ക് മധുരവും പുളിയും ഇഷ്ടം. ബീച്ചിലൊക്കെ പോയി കഴിക്കാനുണ്ട്. നാളെ പോവാം. നാളെ പോവട്ടാ, നാളെ പോവാം. സൺഡേ അല്ലേ, നമുക്ക് നേരെ ബീച്ചിൽ പോവാം. എന്നിട്ട് ബീച്ച് ഹോട്ടലിൽ പോവാം. എന്നിട്ട് നമുക്ക് അല്ലാതെ എവിടെയാ പോവാ? അപ്പൊ പിന്നെ എവിടെയാ പോവാം? ഇന്ത്യക്കാര് കയറിട്ടെ നമ്മളോട് വേറെ ആരുണ്ടായിരുന്നു? പോയതല്ലേ ഇതിന്. അപ്പൊ ബാംഗ്ലൂർ എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വരുമ്പോ മറ്റേ പാളയത്തില് പറഞ്ഞത് ഞാൻ പോയി പാട്ടൊക്കെ. പക്ഷെ പാട്ട് മറ്റേ ചൂരം പെടയുടെ എമ്പടെ പൊട്ടിയതൊക്കെ ആൾക്കാർ രാത്രി ടെക്നോ ആണല്ലേ. പൊട്ടി ലാസ്റ്റ് ആണുണ്ട്, കാരണം 10:45 ഇത് ചില ക്രൗഡ് നോക്കിയിട്ട് ചില സമയത്ത് ചില ആർട്ടിസ്റ്റുകള് വെള്ളം ഒഴുകിപ്പോയി. വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അജു വെള്ളം അതിൽ കോരി നീക്കി വെള്ളം ലാസ്റ്റത്തെ കഷ്ണം എന്താ പറയാ? ഇത് ലാസ്റ്റത്തെ കഷ്ണം. ആ കഷ്ണം തരും. ബ്ലഡ് ബ്രോ വെള്ളത്താ വിശ്വാസം ഉണ്ടാവില്ലല്ലോ. എമ്മി എമ്മി അല്ലേ? വിഷമായിരുന്നു കയ്യില്. ലാസ്റ്റ് നമുക്ക് നാളെ ബീച്ച് പോകട്ടോ. പ്ലീസ് പ്ലീസ് ബീച്ച് പോവാം. കിട്ടേണ്ടതാണോ? കാന്താരി ഇട്ടേണ്ട സാധനമാണോ? മുന്നേ ആപ്പിൾ ഇതേപോലെ ഉപ്പിലിട്ടുണ്ടായിരുന്നു. അല്ല പുതിയമ്പലത്തെ പോ. ഞാൻ ലാസ്റ്റ് ഇവിടെ മാനേജർ ആവേണ്ടതല്ലേ? ഞാനേ ഫോൺ എടുക്കൂല, എന്റെ അത്രയും ഓൾ എടുക്കൂല. പുതിയ കടകളുണ്ടല്ലോ. എന്താ ഇതൊക്കെ അപ്പൊ നീ പറഞ്ഞ അത് അവളും അല്ലാതെ ഞാനും അല്ലാതെ പറയണം. തിയേറ്ററൊക്കെ പോയ ഇവിടെ അപ്പുറത്തെ സൈഡ് ഇതെന്താ ഇവിടെ ഇപ്പുറത്തെ സ്റ്റുഡിയോ ഇതൊക്കെ. ഓ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇവിടെ ലാസ്റ്റ് കണ്ട പടം ഇതാണ്. ഏതറിയോ? കാഞ്ചനമല ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ആയിരിക്കും കാശി വീട്ടിലൊക്കെ ഉള്ളപ്പോ. ഫോണില് ഞാൻ അറിയില്ലേ, ഞാൻ ഫസ്റ്റ് എന്നെ കാണിക്കാം, എന്നിട്ട് പിന്നെ തിരക്കാവുമ്പോ എനിക്ക് ബാക്ക് ക്യാം കാണിക്കാം. അപ്പൊ ഇവിടെ തിരക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് വെച്ച് നിന്നത്.
ഇതിന്റെ കുഴിയില് അതെ നേരെ വീണിരിക്കുന്നു. സന്തോഷം. അതിന്റെ അകത്തിലെ കുഴി വീണാലും ഇതൊക്കെ Namah Shivaya, Namah Shivaya, Om Namah Shivaya. Namah Shivaya, Namah Shivaya, Om Namah Shivaya. അല്ല മൈഗ്രെയിനാ ചേച്ചി. അവിടെ പോയിട്ട് ഓക്കെയാണല്ലോ. ഞങ്ങളിതാ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ ഇറങ്ങി നമ്മളിവിടെ പുതിയ അമ്പലത്തിലാ പോയത്, ശ്രീകണ്ഠേശ്വരം. ഇനി നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ്. എവിടെയാ കഴിക്കാൻ വന്നത്? സത്താര. എവിടെയാ അത്? പുതിയ സ്റ്റാൻഡ് KSRTC ഓപ്പോസിറ്റ്. ഓ, ആ സൈഡ്. ശരവണഭവന്റെ അവിടെ അല്ല, അപ്പുറത്തെ സൈഡ് പുതിയ KSRTC. ഓക്കെ ഓക്കെ ഓക്കെ. പോലെ ഈ വിഷു ഞങ്ങൾ ഇങ്ങോട്ട് വന്നാലോ അച്ഛാ? അമ്മ അച്ഛനും ഞാനും ഏട്ടനും സൂസി എൽസി ഫുൾ പാക്കേജ്.
കിട്ടാനും ജോലി ഇഷ്ടം പോലെ. ഇവിടെ ചില്ല് ചെയ്യാം. ഇവിടുന്നാണ് എന്റെ ഓൾമോങ് വീഡിയോ, വൈറലായ ഓൾമോങ് വീഡിയോ എടുത്തത്. അയ്യോ ഫേമസ് ആയിപ്പോയി ഞാൻ. ചേട്ടൻ വരാ. രാവിലെ മറ്റേ ശരി പാരഗണ്ട നാരങ്ങ വെള്ളവും വൈകുന്നേരം ബീച്ച് ഹോട്ടലിലെ നാരങ്ങ വെള്ളം ആയിരിക്കും അല്ലേ? എന്തൊരു ഇൻഫ്ലുവൻസ് അല്ലേ ഞാൻ ആൾക്കാർക്ക്. എല്ലാരും ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. നമുക്ക് എല്ലാം വേണം. രാവിലെ ഭക്തിയും വൈകുന്നേരം പൂജ ഇതൊക്കെ. തണ്ണിപ്പൂജ മുത്തപ്പൻ എടുക്കല്ലേ? തീർത്ഥാടനം. തീർത്ഥാടനം നടനം ഇന്ന് ശിവന് വേണ്ടി. ഇന്ന് മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ലേ, മറ്റേ അഘോരീസൊക്കെ. ഇന്നൊക്കെ അതൊക്കെ എന്നാണോ? ശിവൻ ഉറങ്ങുമ്പം ഇവര് ഇതാക്കുന്നതൊക്കെ. ഇത് മറ്റേത് എവിടെയാണ്? കുംഭമേളേണ്ടത് വേറെ സ്ഥലത്താണ്. ശിവന്റെ ഈശ്വരനൊക്കെ അതിലൊക്കെ അതല്ലേ മറ്റേ ശിവനെന്ന് ഉറങ്ങുമ്പോ ബാക്കി എല്ലാരും ഉണർന്നിരുന്നിട്ട് ഉറങ്ങല്ലേ? ഉറങ്ങാതെ നോക്കുക. ശിവനെ കാളകുട വിഷം കഴിച്ചിട്ട് പാർവതി കഴുത്ത് പിടിച്ച് ഉറങ്ങിയാലേ പെട്ടെന്ന് കേറും. അതിനെ കൊണ്ട് ഉറങ്ങാതെ ശിവനെ ഉറങ്ങൊഴിച്ച് എത്തുക. അതിനു വേണ്ടിട്ട് ആൾക്കാരെല്ലാം പാമ്പ് കടിയേറ്റാൽ അങ്ങനെയാണല്ലോ ചെയ്യാം. വിഷം പൊള്ളിച്ചെന്നാല് ഉറങ്ങാതെ നോക്കണം. ഉറങ്ങിപ്പോകും. പിന്നെ എണീക്കൂല. ഒറ്റ ഉറക്ക. അതിന് പകരം പിന്നെ നമുക്ക് അടുത്ത കൊല്ലം മുഴുവനും ശിവൻ നമുക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് കാത്തുന്നത്. ഇന്നത്തെ ദിവസം ശിവന് വേണ്ടി ദിവസമേ ചോദിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന ദിവസം. അയ്യോ പോയിക്കോട്ടെ. ഇന്നാണെങ്കിൽ എവിടുന്നില്ലാത്ത ഉറക്കായിരിക്കും അല്ലേ? ഇന്നാണ് ആൾക്കാർ അല്ലെങ്കിൽ 3 മണിയല്ലേ ഉറങ്ങാത്ത ടീം. അപ്പൊ നേരത്തെ ഉറങ്ങുമായിരിക്കും. എനിക്കിപ്പോഴേ ഉറക്കം എല്ലാരും അമ്പലത്തിലാണോ? പുറത്ത് തിരക്കുന്നില്ല. ഞായറാഴ്ച എല്ലാ അമ്പലങ്ങളിലെ അതെ അതെ. ഇത് ഹൽവ വാലന്റെ ഇപ്പുറത്താണ്. ഓ ഇതല്ലേ സത്താര ഒരു ബാംഗ്ലൂർ സ്റ്റൈലൊക്കെ ആണോ? നമ്മള് ടോക്കൺ എടുത്തിട്ട് അപ്പുന്റെ കൂടെ എന്റെ ഫസ്റ്റ് ആണോ? എന്തായാലും ഞാൻ ഈ സീറ്റിൽ ഇരുന്നിട്ട് ആദ്യമായിട്ടായിരിക്കും. ഒരു ദളം കൈരളിയൊക്കെ ഉണ്ടല്ലേ എപ്പോഴും. ഇവിടെ ഇല്ല. വണ്ടി പോവാനുണ്ടോ? ഓക്കെ ഓക്കെ. ഞങ്ങളിതാ കസവ് കേന്ദ്രയുടെ പാർക്കിങ്ങിൽ കൊണ്ട് കാർ ഇടാൻ പോവാ. അവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല. എന്നിട്ട് നമ്മൾ ചുമ്മാ കസവ് കേന്ദ്രയിൽ കയറിയിട്ട് ആ വഴി പോയി ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ വീണ്ടും വരാം. പറ്റിക്കാം. ഞാൻ വിചാരിച്ചു നമ്മളോട് പാർക്കിംഗ് ഇല്ല, വിട്ടോ എന്ന് പറഞ്ഞത്. മാള് ഇതേപോലെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് നിർത്തും. എന്നിട്ട് അപ്പൊക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ മാള് പറയും, ഞാൻ പറയും മാള് ഒരു വിളിക്കണ്ട, ഒരു നോക്കില്ല. അവള് നമ്പർ എനിക്കിതൊന്നും മനസ്സിലായിണ്ടാവില്ല. അല്ല ശരിക്കും വരാണ്ട് ഇവിടെ ഒരു ഡ്രസ് ഡൈ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 6-ാം തീയതിക്ക് പറഞ്ഞു. കോളും ഒന്നും വന്നിട്ടില്ല.
അപ്പൊ എന്താ വേണ്ട? ഞങ്ങളിതാ ടോക്കൺ ഒക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ നല്ല മണം എന്ന് പറയുമ്പോൾ കോഫീന്റെ മണം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ കോഫി ബൈറ്റ് ഒക്കെ ഇല്ലേ മിഠായി, അതിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു ഡെപ്ത് ഉള്ള മണം. നീ എന്താ പറഞ്ഞേ? ഞാൻ മസാല ദോശ. ഓ ബാക്കിയുള്ള എടുത്ത്. എന്താ അപ്പു അങ്ങോട്ട് പൊടി കേക്കുണ്ടോ നോക്കിയതാ. പൊടി മസാല ദോശ. ഞാൻ പറഞ്ഞ മൈക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്ന പൊടി മസാല ദോശ. പൊടി ഇടുന്ന സാധനമേ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. എവിടുന്ന്? വീട്ടിൽ നിന്ന്. മാളു അപ്പൊ ഇതാ ടിഷ്യൂ. കുപ്പി വെള്ളച്ചായ കാപ്പിയിൽ മുങ്ങിയല്ലോ. ഇവിടെ വെക്കാം. അതവിടെ എവിടുന്ന് അടിച്ചു മാറ്റിയ അതാരതാ അവിടെ ഡ്രസ് ഡൈ ചെയ്തത്? ആ എന്താ ഇനി വൈകുന്നേരം 12 മണി. കഴിച്ചോ? മൈക്കോണാണ്
പറയാൻ പാടില്ലാത്ത പറയാണ്ടിരിക്കാന് പറഞ്ഞോ, ഞാൻ കട്ട് ചെയ്യും. എന്തെങ്കിലും പറയാൻ പാടില്ലാത്ത പറഞ്ഞ. പേടിക്കണ്ട പേടിക്കണ്ട വിശ്വാസമില്ല നീ ആയതുകൊണ്ട്. അപ്പൊ കഴിച്ചു. ഞാൻ ഇന്നലെ നമ്മൾ രാത്രി ഇഡലി കഴിച്ചില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഓർഡർ ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പൊടി ഇഡലി ഉണ്ടോ അത് നോക്കുമായിരുന്നു. ആണല്ലേ? ഞാൻ കഴിച്ചില്ല ഇതുവരെ. ഓരോന്തോരം നെയ്യോ ഒഴിക്കുന്ന തിളക്കിയ കിടന്നത് എത്ര ഒഴിക്കില്ല. ഇന്നിപ്പോ ഇങ്ങനെ ആയിട്ടാണോ? ഞായറാഴ്ച അല്ലെങ്കിൽ എന്നും എപ്പോഴും ഇങ്ങനെയാ അല്ലേ? നല്ല തിരക്ക്. കൊറേ കൊറേ മുസ്ലിംസ് അല്ലേ കഴിക്കാൻ വരുന്നത്. അവർക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും, സാമ്പാറും. അപ്പൊ കഴിച്ചു കഴിഞ്ഞു അതിന് സാമ്പാർ മുക്കി തിന്നണ്ടേ? കൊറേ കറി വേണം. സൂപ്പർ കാപ്പി. ഇവിടെ കാപ്പിയുടെ മണാണ് ഇവിടെ കേറുമ്പോ തന്നെ അല്ലേ?
കൊടുക്കാത്ത മധുര. ഇതെന്താ ബദാം മിൽക്കോ? ആ മധുരം കൂടി ഇപ്പതായി പോവാ. 205 പുളി മസാല 205. എനിക്ക് മധുരമായിട്ടോ, മധുരം എല്ലാം കൂടി. ഒരു മധുരം ഉണ്ട്, അല്ലാണ്ട് ഒരു ഹെൽത്തി ഫീൽ. ബദാം മിൽക്ക് എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു? അപ്പോ പേടിയാവുന്നു. ഞാൻ കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഓക്കെ. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? കഴിക്കണം. ഇത് ഫുള്ള് എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ മോനെ. അപ്പുട്ട് മതിയായി. ഡാഡി അതെ രണ്ടാളും ബാറ്റി ഇരുന്നുള്ള അച്ഛനമ്മ കൈയൊക്കെ കാട്ടുന്നത് നിർത്തൂല അതൊക്കെ. തുറന്നു നമുക്ക് ഡ്രൈവർ ഏതാ?